കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അഭിഷേകമാണ്. നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗമൊരുക്കിയ സാവകാശം ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ കരുതലും കരുണയും അനുഭവിക്കാൻ നമുക്ക് ഓരോ ദിവസവും കഴിയുന്നല്ലോ. കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുമുള്ള ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് എനിക്ക് കൈമാറിയ ചില ദൈവശബ്ദങ്ങളെ, പ്രവചന ശബ്ദങ്ങളെ ഭാരതത്തോടും കേരളത്തോടും അറിയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞാൻ ശരണപ്പെടുന്നു. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇത് കേൾക്കുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഈ വിഷയങ്ങൾ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. അതിന് ആധാരമായി ഒരു ചെറിയ ചിന്ത ഞാൻ കൈമാറുന്നു. പരിശുദ്ധാത്മാവ് ആമേൻ ജനത്തോട് കൈമാറാൻ പറഞ്ഞ പ്രവചന ശബ്ദമാണ്, വചനമാണ് ഞാൻ കൈമാറുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 34-ാം വാക്യം. മിസ്രയീമിൽ എൻ്റെ ജനത്തിൻ്റെ പീഡ ഞാൻ കണ്ടു, അവരുടെ ഞരക്കവും കേട്ടു. അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഈ വാക്യം എന്നോട് ഇടപെട്ടിട്ട് കൈമാറാൻ പറയുന്ന ദൈവശബ്ദം, ദൈവം ജനത്തിനു വേണ്ടി, ഭാരതത്തിനു വേണ്ടി ഇറങ്ങുന്ന നാളുകൾ. പ്രൈസ് ദി ലോർഡ്. മിസ്രയീമിൽ കിടക്കുന്ന തൻ്റെ ജനത്തിൻ്റെ പീഡ കണ്ട ദൈവം, മിസ്രയീമിൽ കിടക്കുന്ന ജനത്തിൻ്റെ ഞരക്കം കേട്ട കർത്താവ് അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നു എന്ന് വചനത്തിൽ നമ്മൾ കാണും. തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയും പ്രയാസങ്ങളും, തൻ്റെ ജനത്തിൻ്റെ വേദനയും അറിയുന്ന, കേൾക്കുന്ന, കാണുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ആമേൻ. ഈ ഇസ്രായേൽ ജനം ഇസ്രായേലിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുമ്പോൾ, അവർ ഞെരുക്കം അനുഭവിക്കുമ്പോൾ, അവർ ഉപദ്രവിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ശബ്ദം കേൾക്കാൻ, അവരുടെ കരച്ചിൽ കേൾക്കാൻ ആ ദേശക്കാരോ അല്ല അവിടുത്തെ രാജാവോ അവിടുത്തെ ആരുമില്ല. അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ അതിൽ നിന്ന്, ആ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ ഒരു മനുഷ്യനുമില്ല. പരസ്പരം പരാതി പറയുകയല്ലാതെ തൻ്റെ ഭാരങ്ങൾ പങ്കുവയ്ക്കാനോ താൻ അനുഭവിക്കുന്ന, അവർ അനുഭവിക്കുന്ന വേദനകൾ ഷെയർ ചെയ്യാൻ ഒരു വ്യക്തി ഇല്ലാതിരിക്കുമ്പോൾ, വർഷങ്ങളായി അവർ പീഡയെ അനുഭവിച്ച് കഴിക്കാൻ ഭക്ഷണമില്ല, മര്യാദ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, അടിമ നുഖത്തിൻ്റെ അകത്ത് കിടക്കുന്ന ജനത, അവരെ വിടുവിക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. പക്ഷേ മനുഷ്യനൊന്നും ഇറങ്ങാൻ പറ്റാത്ത, മനുഷ്യനൊന്നും കയറി ചെല്ലാൻ പറ്റാത്ത, മനുഷ്യന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത ആ ഇസ്രായേൽ ജനത്തിന് വേണ്ടി സ്വർഗം ഡയറക്റ്റ് ഇറങ്ങി വന്നതുപോലെ ദൈവപ്രവർത്തികൾ ചില കുടുംബത്തിൻ്റെ അകത്തളത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കും. ആമേൻ. നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ വേദന, നിങ്ങളുടെ കരച്ചൽ, നിങ്ങളുടെ നെടുവീർപ്പ്, നിങ്ങളുടെ ഞരക്കം ആരും അറിയുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആരോടും പറയാൻ ഞങ്ങൾക്കാരുമില്ല, മറ്റുള്ളവർ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ എൻ്റെ കഷ്ടത പറയാൻ, ഞാൻ എൻ്റെ പ്രയാസം പറയാൻ ചെല്ലുമ്പോഴത്തേക്കും അതിനേക്കാളും വലിയ പ്രയാസത്തില്ല മറ്റൊരു നിൽക്കുന്നത്. ഞാൻ ആരോട് പറയാൻ? എൻ്റെ ശബ്ദം കേൾക്കാൻ ജനമില്ല, എനിക്ക് ചെവി തരാൻ ആരുമില്ല, എൻ്റെ ഞരക്കം കേൾക്കാൻ ആരുമില്ല. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ജനത്തോട്, അങ്ങനെ ഇരിക്കുന്ന കുടുംബത്തോട്, വ്യക്തികളോട് പരിശുദ്ധാത്മാവ് കൈമാറുന്ന ദൈവശബ്ദം, നിന്റെ ഞരക്കം കാണാൻ ആരുമില്ലെങ്കിലും, നിന്റെ കഷ്ടത കാണാൻ ആരുമില്ലെങ്കിലും, നിന്റെ പീഡ കാണാൻ ആരുമില്ലെങ്കിലും, നിന്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് കാണാൻ ആരുമില്ലെങ്കിലും, നിന്റെ ഞരക്കവും നിന്റെ പീഡയും നിന്റെ കഷ്ടപ്പാടും നിന്റെ വേദനയും കാണുന്നവൻ, അറിയുന്നവൻ ഒരുവനുണ്ട്. അത് യേശുക്രിസ്തുവാണ്, അത് നസ്രായനാണ്. നമ്മുടെ കർത്താവ്
അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. നമ്മുടെ ദൈവം അറിയാതെ ദൈവമക്കളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ആമേൻ. ഈ വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ, ഇത് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് ഇടപെടുകയും ഇത് ജനത്തിന് കൈമാറാൻ എന്നോട് പറയുകയും ചെയ്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്നെ ഒത്തിരി പേര് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുന്നു, പാസ്റ്ററെ, ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഞങ്ങളുടെ തലമുറയെക്കുറിച്ച്, ഞങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച്, ഞങ്ങളുടെ ജോലി വിഷയം, ഒട്ടുമുക്കാൽ ആൾക്കാരും പറയുന്നത് തലമുറയുടെ വിഷയമാണ്. തലമുറ വിഷയത്തിൽ തകർന്നു തരിപ്പണമായിരിക്കുന്ന, മറ്റുള്ളവർ പറയാൻ പറ്റുന്നില്ല, അങ്ങനെ ഞരക്കം അനുഭവിക്കുന്ന നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്, ആമേൻ, വചനത്തിൻ്റെ ശബ്ദമാണ്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ് കൈമാറുന്നത്. ആമേൻ. നിന്റെ ഞരക്കം കണ്ട കർത്താവ്, ആമേൻ, ആമേൻ, നിന്റെ ഞരക്കം കേട്ട കർത്താവ്, നിന്റെ പീഡ കണ്ട കർത്താവ്, നീ ആയിരിക്കുന്ന സാഹചര്യം, നീ ആയിരിക്കുന്ന വീട്, നീ ആയിരിക്കുന്ന രാജ്യം, നീ ആയിരിക്കുന്ന ദേശം, നീ ആയിരിക്കുന്ന സിറ്റുവേഷൻ അറിയാകുന്ന, മനസ്സിലാക്കുന്ന, നിനക്ക് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അടിമനുഖത്തിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന തലമുറയും, അടിമനുഖത്തിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയ കുടുംബത്തെയും, കുടുംബജീവിതത്തെയും, ആമേൻ, അതിൻ്റെ അകത്തുനിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ അധികാരമുള്ളവൻ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന നാളുകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. തകർന്നിരിക്കുന്ന കുടുംബമേ, തകർന്നിരിക്കുന്ന വ്യക്തിജീവിതമേ, ആമേൻ, നിങ്ങളിത് വിശ്വസിക്കുക, ആമേൻ പറയുക. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ഇറങ്ങാൻ പോകുന്നു. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുന്നു. നിന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് ഇറങ്ങാൻ പോകുന്നു. നിന്റെ കുടുംബത്തിന് വേണ്ടി യേശു അത്ഭുതം ചെയ്യുന്ന നാളുകൾ. ആമേൻ. നിന്റെ ഞരക്കം കേട്ട്, ഈ മറ്റുള്ളവരോട് പറയുന്നതല്ല, നിന്റെ അകത്ത് നീ ശബ്ദമുണ്ടാക്കുന്നതല്ല, നിന്റെ അകത്ത് മറ്റുള്ളവരോട് പറയാൻ പറ്റാതെ, ആമേൻ, അകത്ത് ഞരങ്ങിക്കഴിയുന്ന, ആമേൻ, നിന്റെ ഞരക്കത്തെ, ആമേൻ, കേൾക്കുന്ന ഒരു നല്ല പിതാവ് നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിന്റെ കുടുംബക്കാർ കേൾക്കുന്നില്ലായിരിക്കാം, നിന്റെ കൂടെ ഇരിക്കുന്നവർ കേൾക്കുന്നില്ലായിരിക്കാം, പക്ഷേ അവരൊന്നും കേട്ടില്ലെങ്കിലും, ആമേൻ, നിന്റെ ഉള്ളം അറിയുന്ന, നിന്റെ ഉള്ളത്തിൻ്റെ വേദന അറിയുന്ന, ഞരക്കം കേൾക്കുന്ന, ആമേൻ, നിന്നെ ഇരിക്കുന്ന ഇടം അറിയുന്ന കർത്താവ് നിന്റെ വിഷയത്തിന് മറുപടിയായി, നിന്റെ വിഷയത്തിന് പരിഹാരമായി നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദിവസങ്ങളായി കർത്താവ് മാറ്റാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഒരു എൻകൗണ്ടർ മോശയ്ക്ക് ഉണ്ടാകുന്നത്. അമ്മേ, മോശയോട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, മോശെ, ഞാൻ അവരുടെ കഷ്ടതയും ഞാൻ അവരുടെ പ്രയാസവും കണ്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുക. പക്ഷെ ഞാൻ ഇറങ്ങി വന്നു, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നീ പോകണം. ആമേൻ. എനിക്ക് ഡയറക്റ്റ് അവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ എനിക്ക് ഒരാളെ വേണം. ആമേൻ. അതിന് നീ റെഡിയാണ്. നീ റെഡിയാണെങ്കിൽ, നീ പുറപ്പെടാൻ റെഡിയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മിസ്രൈമിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവിക്കാൻ വേണ്ടി ദൈവം ഒരുവനെ സെലക്ട് ചെയ്യുന്നു. അത് മോശയാണ്. ആമേൻ. ചില കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരുവാനുള്ള സെലക്ടിങ്ങിൻ്റെ അകത്താണ് ചില തലമുറകൾ നിൽക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവരിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, അവർ പ്രത്യേകമായ സിറ്റുവേഷൻ്റെ അകത്തായിരിക്കാം. പക്ഷേ ചില തലമുറകൾക്ക് കർത്താവിൻ്റെ സ്പെഷ്യലായുള്ള എൻകൗണ്ടറുകൾ ഉണ്ടാകാൻ പോകുന്നു. ആമേൻ. നീ ചിന്തിക്കാത്ത തലമുറയ്ക്ക്, ആമേൻ, നീ വിചാരിക്കാത്ത തലമുറയ്ക്ക്, ആമേൻ, കർത്താവിൻ്റെ എൻകൗണ്ടർ ഉണ്ടാകാൻ പോകുന്നു. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുക. ആമേൻ. ഈ ഒരു അത്ഭുതം നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തലമുറ ദൈവിക നിയോഗത്തോടെ കർത്താവിന് വേണ്ടി വേർതിരിയപ്പെടുന്നത്, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് നിങ്ങൾ കാണാൻ പോകുന്നു. ആ ദൈവശബ്ദം അവർ കേൾക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ ദൈവശബ്ദം നിങ്ങൾക്ക് കൈമാറുമ്പോൾ, എന്നോട് കഴിഞ്ഞ രാത്രികളിൽ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഉറപ്പിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആമേൻ. ഞാൻ കണ്ടു, ഇന്ത്യൻ ജനമേ, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന, ദൈവജനങ്ങൾ അനുഭവിക്കുന്ന, ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന,
നോർത്ത് ഇന്ത്യ മേഖലകളിൽ ദൈവജനങ്ങൾ അനുഭവിക്കുന്നത്, ദൈവദാസന്മാർ അനുഭവിക്കുന്നത് കഷ്ടത, ഞരക്കം കാണുകയും കേൾക്കുകയും ചെയ്യുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ത്യയെ അറിയാൻ പോകുന്നു. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഇന്ത്യക്ക് പുറത്തുള്ള ദൈവജനത്തോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യം, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ പീഡ കർത്താവ് കണ്ടിരിക്കുന്നു, നിങ്ങളുടെ കഷ്ടത ദൈവം കണ്ടിരിക്കുന്നു, നിങ്ങളുടെ ഞരക്കം ദൈവം കേട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. മറ്റൊരു വ്യക്തിയോട് പറയാൻ പറ്റാതെ അകത്തളത്തിൽ ഞരങ്ങിക്കഴിയുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ഞരക്കം കേട്ട് ഇറങ്ങുന്ന ഒരു ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഇറങ്ങി വന്ന് കാര്യങ്ങൾ ചെയ്യുന്ന, ഇറങ്ങി വന്ന് വിടുവിക്കുന്ന, ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ആ ഞരക്കത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന്, ആ പീഡയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് സ്വാതന്ത്ര്യം തരുവാൻ, ആത്മാവിൽ ഫ്രീഡം തരുവാൻ, കുടുംബത്തിൻ്റെ അകത്ത് ഫ്രീഡം തരുവാൻ, സ്വാതന്ത്ര്യം തരുവാൻ, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് സ്വാതന്ത്ര്യം തരുവാൻ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന നാളുകളാക്കി പരിശുദ്ധാത്മാവ് ഈ നാളുകളെ മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലതിനെ വിടുവിക്കാൻ ദൈവത്തിന് ചിലതിനെ ആവശ്യമാണ്. നീ അനുഭവിക്കുന്ന പ്രതിസന്ധി, നീ അനുഭവിക്കുന്ന ശോധന, നീ അതുകൊണ്ട് തീരത്തില്ല. അതിൻ്റെ അകത്ത് നിന്നെ പുറത്തു കൊണ്ടുവന്ന് ചിലതിനെയും കൂടെ പുറത്തു കൊണ്ടുവരാനുള്ള അഭിഷേകത്തിൻ്റെ പണിപ്പുരയുടെ അകത്താണ് നീ നിൽക്കുന്നത്. നീ തീർന്നു എന്ന് പറയുന്നിടത്ത് ദൈവം തുടങ്ങും. നീ കഴിഞ്ഞു എന്ന് പറയുന്നിടത്ത് ദൈവം ചെയ്തു തുടങ്ങും. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ ശബ്ദം കേൾക്കാൻ, എൻ്റെ വാക്ക് കേൾക്കാൻ ആരുമില്ല എന്ന് പറയുന്നവരോടാണ് ഈ ശബ്ദം കൈമാറുന്നത്. നിൻ്റെ ശബ്ദം കേൾക്കാൻ, നിനക്ക് വേണ്ടി നീതി പ്രവർത്തിക്കാൻ, നിനക്ക് വേണ്ടി അധികാരത്തോടെ ഇറങ്ങാൻ കഴിയുന്ന ഒരുവനുണ്ട്. അത് കർത്താവാണ്, അത് യേശുവാണ്. യേശു നിനക്ക് വേണ്ടി ഇറങ്ങുമെന്ന് വിശ്വസിക്കുക. ഈ നാളുകളിൽ കർത്താവ് നിനക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നീതി നിനക്ക് നേടിത്തരും. ആമേൻ. നീതിയോടുള്ള വിധി ഉണ്ടാകും. നീതിയോടുള്ള ന്യായം നടത്തിത്തരുന്ന കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജനത്തിൻ്റെ ഞരക്കം കേട്ട്, തൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ട്, പീഡ കണ്ട് കർത്താവ് ചില കാര്യങ്ങൾ ഭാരതത്തിൽ ചെയ്യാൻ പോകുന്നു. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കളഞ്ഞതുപോലെ ഉള്ള സംഭവം ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയപ്പിൻ എന്ന് പറഞ്ഞിട്ടും ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി യഹോവയായ ദൈവത്തെ ആരാധിക്കാൻ വിട്ടുകൊടുക്കാതെ അവരെ അടിമകളാക്കി സൂക്ഷിച്ചിരുന്ന, അവരെ അടിമകളാക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കളഞ്ഞതുപോലെ ആരാധനയ്ക്ക് വിരോധമായി നിന്ന, തൻ്റെ ജനത്തെ പീഡിപ്പിച്ചുകൊണ്ട് തൻ്റെ ജനത്തെ ഉപദ്രവിക്കുന്ന, വർഷങ്ങളായി ദൈവജനത്തിൻ്റെ എതിരെ ഉപദ്രവവും പീഡയും അയച്ച് അടിമനുഖത്തിൻ്റെ അകത്ത് ഇട്ടിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം വിടിവിച്ചവരെ പുറത്തു കൊണ്ടുവന്ന് അവരെ ഇന്നുവരെയും ഉപദ്രവിച്ച ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൻ്റെ അകത്ത് മുക്കിക്കളഞ്ഞതുപോലെ ഉള്ള സംഭവം ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവസഭയെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ
അവരെ ഉപദ്രവിക്കുകയും അവർക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, ദൈവമക്കൾക്കെതിരെ ബില്ലുകൾ പാസ്സാക്കുകയും അവർക്ക് വിരോധമായ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്ത് വർഷങ്ങളായി ദൈവസഭയെ ഉപദ്രവിക്കുന്ന, നാളുകളായി ദൈവസഭയെ, അഭിഷിക്തന്മാരെ ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന ജനത്തിൻ്റെ, ആ ഭരണത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന ദൈവപ്രവൃത്തി ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. യഹോവയായ ദൈവം താൻ ആരെന്ന് വെളിപ്പെടുത്താൻ, ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് വെളിപ്പെടുത്താൻ മിസ്രൈമിൽ 10 ബാധകളെ അയച്ചു എന്ന് തിരുവചനത്തിൽ കാണുന്നു. അതുപോലെ ഉള്ള സംഭവങ്ങൾ ഭാരതത്തിൽ അരങ്ങേറാൻ പോകുന്നു. യഹോവയായ ദൈവം ബാധ അയച്ചതുപോലെ ചില ബാധകൾ ഇന്ത്യൻ മണ്ണിൽ ഉണ്ടാകാൻ പോകുന്നു. തൻ്റെ ജനത്തെ ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന, തൻ്റെ ജനത്തിനെതിരെ പ്രവർത്തിക്കുന്ന സമൂഹത്തിനെതിരെ ഉള്ള ദൈവത്തിൻ്റെ ന്യായവിധി ഇന്ത്യയിൽ വെളിപ്പെടാൻ പോകുന്നു. അത് പ്രകൃതി ദുരന്തമായും പകർച്ചവ്യാധിയായും ഇന്ത്യയെ വേട്ടയാടും. ഇത് കണ്ടിട്ടും മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൻ്റെ അകത്ത് മുക്കിക്കളഞ്ഞതുപോലെ, അവൻ്റെ സിംഹാസനത്തെ ഇല്ലാതാക്കിയതുപോലെ ഉള്ള സംഭവം ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. എന്നെ കാണിച്ചത് എങ്ങനെയാണ്? പ്രകൃതി ദുരന്തങ്ങളുണ്ടായി, മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രദേശത്ത് ഉരുളുപൊട്ടി പ്രളയം സംഭവിച്ച് വെള്ളം ഒലിച്ചു പോയത് ആകെ നാശമായി കിടക്കുന്ന ഒരു പ്രദേശം ദൈവനെ കാണിച്ചു. കർത്താവ് പറഞ്ഞു, ഇത് ഇന്ത്യയിലാണ് സംഭവിക്കാൻ പോകുന്നത്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. തൻ്റെ മക്കളെ ദൈവം കരുതും, ദൈവം സൂക്ഷിക്കും. ദൈവ മക്കളെ ദൈവം കരുതിയിരിക്കും. ഞാൻ കാണുന്ന മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, വെള്ളം ഒലിച്ച് ശക്തിയോടെ ഒഴുകുന്നു. അതിൻ്റെ ഇടയിൽ ചില വീടുകൾ, ചില ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾ, ചില പില്ലറുകൾ നിൽക്കുന്നത് കാണാം. ബാക്കി മുഴുവൻ നശിച്ചു പോയി, ഒന്നുമില്ലാതെ നശിച്ചു പോയ ഒരു സിറ്റുവേഷൻ കാണുന്നു. ഭാരതത്തിൽ വലിയ പ്രളയങ്ങൾ ഇനിയും ഉണ്ടാകാൻ പോകുന്നു. വലിയ കൊടുങ്കാറ്റ്, വലിയ പ്രളയം, ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ പോകുന്നു. ചില പ്രദേശങ്ങൾ ഒലിച്ചു പോകുന്നത് പോലുള്ള സംഭവം നോർത്ത് ഇന്ത്യ മണ്ണിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനത്തെ ഉപദ്രവിക്കുന്നത് നിർത്തുക. ദൈവമക്കളെ, ദൈവസഭയെ ഉപദ്രവിക്കുന്നത് നിർത്തുക. മിസ്രൈമിൽ അയച്ച ബാധ പോലെ ചിലത് ഭാരതത്തിൽ ദൈവം അയക്കുന്നു. പല വ്യക്തികളെ ദൈവാത്മാവ് കാണിച്ചിട്ട് അവർക്ക് വരുന്ന സംഭവങ്ങളെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. അണുബാധയേറ്റ് മരണത്തോട് മല്ലടിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോഴത്തെ ഈ ഭരണകൂടത്തിനകത്തുണ്ടാവും. ഭരണതലപ്പത്ത് നിൽക്കുന്ന ചിലർ മരണത്തോട് മല്ലടിക്കുന്ന രീതിയിലുള്ള അണുബാധ അവർക്കുണ്ടാകും. ചില രോഗങ്ങളാൽ അവർ പിടിക്കപ്പെടും. നമ്മുടെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി, നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ആ വ്യക്തിക്ക് സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് പാരലിസായി പോയി കിടക്കുന്ന ഒരു സംഭവം പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. മാനസാന്തരവും രൂപാന്തരവും നേതാക്കൾക്കുണ്ടാകട്ടെ. ദൈവസഭയ്ക്ക് എതിരെ നിൽക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും അവർക്ക് മാനസാന്തരതയും കൊടുക്കട്ടെ. ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ഇവർ ദൈവസഭ, ക്രിസ്ത്യാനികൾ പറയുന്നത്, അവരാരാധിക്കുന്നത് സത്യദൈവത്തെയാണെന്നുള്ള തിരിച്ചറിവ് ജനത്തിനുണ്ടാകട്ടെ.
ജനത്തിന് സ്വാതന്ത്ര്യമുണ്ടാകുന്ന വിധത്തിലുള്ള ദൈവപ്രവൃത്തി ഭാരതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക, ദൈവഹിതമായത് സംഭവിക്കട്ടെ, തൻ്റെ മക്കളെ ദൈവം കരുതട്ടെ. വലിയ പകർച്ചവ്യാധികൾ ഭാരതത്തിലുണ്ടാകാൻ പോകുന്നു. ഭാരതത്തിൽ ഇനി വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ഭാരപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന സംഭവങ്ങൾ ഭാരതത്തിലുണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ആത്മീയ ഗോളത്തിൻ്റെ അകത്ത് നിൽക്കുന്ന, അതിന് മുൻനിരയിൽ നിൽക്കുന്ന ചിലതിനെ, ഫലം കായ്ക്കാത്തതിനെ നീക്കിക്കളയും എന്നുള്ള തിരുവചനം പോലെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കായ്ക്കാത്ത കൊമ്പിനെ നീക്കിക്കളയുന്നത് പോലെ ഉള്ള സംഭവങ്ങൾ ആത്മീയ ഗോളത്തിൻ്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നു. കായ്ക്കുന്നതിനെ, അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്ന ശുദ്ധീകരണത്തിൻ്റെ കാര്യങ്ങൾ ഉണ്ടാകും. ദൈവജനം പ്രാർത്ഥിക്കുക, ആത്മീയ നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗം എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ദൈവഭയത്തിൽ, ദൈവസ്നേഹത്തിൽ, വിശുദ്ധിയിൽ, വേർപാടിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാം, കുറവുകൾ ഏറ്റുപറയാം, ദൈവസ്ഥലിൽ കയറി വരാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അത് ഈ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന മറ്റൊന്ന്. ചില മാസങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ കാണിച്ചിരുന്നു, ഞാൻ പറഞ്ഞില്ല, പക്ഷെ വീണ്ടും അത് എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു. ഗൾഫ് മേഖലയിലുള്ള, ദുബായിലുള്ള ഒരു വലിയ ബിൽഡിങ്ങാണ് പരിശുദ്ധാത്മാവ് കാണിക്കുന്നത്. ദുബായിലുള്ള വലിയൊരു ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൻ്റെ പേര് ബുർജ് ഖലീഫ എന്ന് പറയുന്ന ആ ബിൽഡിങ് ദൈവാത്മാവിനെ കാണിച്ചു. ആ ബിൽഡിങ്ങിൽ വലിയ തീപിടുത്തമുണ്ടാകുന്ന ഒരു സംഭവം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് ദുബായ് അവിടെയുള്ളവർ പ്രാർത്ഥിക്കുക. ആ വലിയ ബിൽഡിങ്ങിൽ വലിയ തീപിടുത്തം, വലിയ അറ്റാക്ക് ഉണ്ടാകുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ബുർജ് ഖലീഫ എന്ന് പറയുന്ന ആ പേരുള്ള ആ ബിൽഡിങ്ങിൽ വലിയൊരു അപകടം നടക്കുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. വലിയ തീപിടുത്തം ഉണ്ടാകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. സ്വർഗം സംരക്ഷിക്കട്ടെ. ഗൾഫ് മേഖലകളെ കർത്താവ് സൂക്ഷിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവജനം പ്രാർത്ഥനയോടെ ഈ നാളുകളിൽ മുന്നേറുക. ഭാരതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, തൻ്റെ ജനത്തിൻ്റെ പീഡ കണ്ട്, കഷ്ടത കണ്ട്, തൻ്റെ ജനത്തിൻ്റെ ഞരക്കം കേട്ട് ദൈവം പ്രവർത്തിക്കുന്ന നാളുകൾ നോർത്ത് ഇന്ത്യ മേഖലകളിൽ ഉള്ള അഭിഷിക്തന്മാർ, ഒരു തെറ്റും ചെയ്യാതെ ജയിലിലടയ്ക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെടുന്ന, ഉപദ്രവിക്കപ്പെടുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, യേശു സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സൗഖ്യമാക്കും, യേശു നിങ്ങളെ രക്ഷിക്കും, സത്യസുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ ജനത്തെ അവരുടെ പാപപ്രവർത്തികളിൽ നിന്ന്, അവരുടെ ശാപത്തിൽ നിന്ന്, അവരുടെ രോഗത്തിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന് വിടുവിച്ചതിൻ്റെ പേരിൽ ഉപദ്രവിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, കഷ്ടത അനുഭവിക്കുന്ന അഭിഷിക്തന്മാർ, അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി ചില കാര്യങ്ങൾ ഭാരതത്തിൽ ചെയ്യാൻ പോകുന്നു. ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് കർത്താവ് തെളിയിക്കാൻ പോകുന്നു. വരുന്ന 6 മാസത്തിൻ്റെ ഉള്ളിൽ, നവംബർ മാസത്തിൻ്റെ ഉള്ളിൽ ഭാരതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതിഭയങ്കരമായ കാര്യങ്ങൾ ഭാരതത്തിലുണ്ടാകാൻ പോകുന്നു. ഈ ഭരണകൂടം, ഇപ്പോൾ നമ്മുടെ ഭരണകൂടം, ഇത് തലകീഴായി മറിയും. ഈ ഭരണകൂടത്തിൻ്റെ അകത്ത് വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകും. ഞാൻ കേട്ട ശബ്ദം ഇങ്ങനെയാണ്: നമ്മൾ ബഹുമാനിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി, ആ വ്യക്തിയിൽ നിന്ന് കർത്താവ് തൻ്റെ കരുണയുടെ കരം പിൻവലിക്കുന്നു എന്നൊരു ശബ്ദം എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ കേട്ടു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് കർത്താവിൻ്റെ കരുണയുടെ കരം കർത്താവ് പിൻവലിക്കുന്നു. ദൈവമാണ് രാജാക്കന്മാരെ വാഴിക്കുന്നതും ഇറക്കുന്നതും. ദൈവം അറിയാതെ ഒരു വ്യക്തിയും ഭരണകൂടങ്ങളിൽ കയറത്തില്ല. ദൈവം അറിയാതെ ആരും രാജാവാകത്തില്ല. ദൈവം അറിയാതെ ആരും മന്ത്രിയാകത്തില്ല. ദൈവമാണ് വാഴിക്കുന്നതും ഇറക്കുന്നതും. ആമേൻ. ദൈവത്തെ മറന്ന് ജനം ജീവിച്ചാൽ, ദൈവത്തെ മറന്ന് കാര്യങ്ങൾ ചെയ്താൽ, ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മടങ്ങി വരവ് ഭാരതത്തിനുണ്ടാകട്ടെ. നിയമങ്ങൾക്ക് ഒരു മടങ്ങി വരവ് ഉണ്ടാകട്ടെ. ദൈവജനത്തിന് സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. ദൈവജനത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന രാജ്യമായി മാറട്ടെ. സുവിശേഷ വേലയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാരതം അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നെ കാണിച്ച മറ്റൊന്ന് ഇതാണ്. ഈ ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ചിലർ രോഗികളായിത്തീരുന്നു. ഞാനൊരു 6 മാസം മുമ്പ്, ഞാനിത് എൻ്റെ യൂട്യൂബ് കണ്ടിന്യൂസ് കാണുന്നതൊക്കെ അറിയാം, ഒരു 6 മാസം മുമ്പ് പറഞ്ഞിരുന്നു, 2 പേർ ഹാർട്ട് അറ്റാക്ക് വന്ന് അവർ ഐസിയുവിൽ കയറി, വെന്റിലേറ്ററിൽ കയറി, പിന്നെ അവർ മടങ്ങി വീട്ടിലോട്ട് പോകാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. പ്രാർത്ഥിക്കണം. 6 മാസം മുമ്പ് പറഞ്ഞ കാര്യം വീണ്ടും പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത്, സ്ട്രോക്ക് വന്ന ഒരു സൈഡ് പാരലിസ് ആയി പോകുന്നു. ആ വ്യക്തി എന്നെ കാണിക്കുന്നത് നമ്മുടെ ഭരണതലപ്പത്ത് ഇരിക്കുന്ന ഒരാള്, അമിത്ഷായാണ് കാണിക്കുന്നത്. ആ വ്യക്തിയെ എന്നെ കാണിച്ചിട്ട് കർത്താവിനോട് പറയുന്നു, ഒരു സൈഡ് അദ്ദേഹത്തിൻ്റെ പാരലിസായി, അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പറ്റാതെ രോഗിയായി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പോകും. അമിത്ഷാ ആ വ്യക്തിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാകാം. ദൈവജനം പ്രാർത്ഥിക്കണം. കർത്താവ് അദ്ദേഹത്തെ സംരക്ഷിക്കട്ടെ. കർത്താവിൻ്റെ ഹിതം നടക്കട്ടെ. നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് ഞാൻ 6 മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ജീവന് വെല്ലുവിളിയായി ഒരു സംഭവം ഉണ്ടാകുന്നു. പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രധാനമന്ത്രിയെ കർത്താവ് സംരക്ഷിക്കട്ടെ, സൂക്ഷിക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. ഭാരതത്തെ നല്ലവണ്ണം ഭരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവഹിതം, ദൈവ ഇഷ്ടം, ദൈവിക പദ്ധതി സംഭവിക്കട്ടെ. എന്നോട് കർത്താവ് വ്യക്തമായി പറഞ്ഞതാണ്, ഞാൻ കരുണയുടെ കരം പിൻവലിക്കുന്നു. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന വചനം ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ അകത്ത് 15-ാം അധ്യായം മുന്തിരി വള്ളി അധികം ഫലം കായ്ക്കേണ്ടതിന് കായ്ക്കാത്ത കൊമ്പ് നീക്കിക്കളയുന്നു എന്നൊരു ഭാഗം പരിശുദ്ധാത്മാവിനെ കാണിച്ചു. എന്നോട് ഈ സംഭവമാണ് കായ്ക്കാത്ത മുന്തിരി വള്ളിയിൽ കായ്ക്കാത്ത ഭാഗം, കായ്ക്കാത്ത കൊമ്പ്, കായ്ക്കാത്തത് അവ നീക്കം ചെയ്യും, നീക്കം ചെയ്യും, നീക്കം ചെയ്യും. കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് അതിനെ വീണ്ടും ചെത്തി വെടിപ്പാക്കും. പ്രൈസ് ദി ലോർഡ്. ചില കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി
പുതിയ കിളിപ്പ് വരുന്നത് പോലെ, പുതിയ തണ്ട് മുളച്ചു വരുന്നത് പോലെ ഭരണകൂടത്തിൻ്റെ അകത്ത് പുതിയ തണ്ട്, പുതിയ കിളിപ്പ് ഭാരതത്തിൽ ഭരണകൂടത്തിനകത്ത് കിളുത്തു വരാൻ പോകും. ആമേൻ. കർത്താവ് പ്രവർത്തിക്കട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ. നമുക്ക് നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അത്ഭുതം നടക്കട്ടെ. അമിത്ഷാ സാറിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ ദൈവം സംരക്ഷിക്കട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നടക്കട്ടെ. ദൈവജനത്തെ അവർ റെസ്പെക്റ്റ് ചെയ്യുകയും ദൈവജനത്തെ അവർ സംരക്ഷിക്കുന്നവരായി മാറട്ടെ. ഈ ദിവസത്തിൽ നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ഈ വിഷയമൊന്നും ഞാൻ ചിന്തിക്കാതെ ഞാൻ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചു ഇരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന അടുത്തൊരു വ്യക്തിയുടെ പേര് വി.ഡി. സതീശൻ എന്നൊരു പേര് ഞാൻ കേൾക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ആ സാറിൻ്റെ പേരാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ഈ കേരളത്തിൻ്റെ ഒരു കാര്യങ്ങളും ചിന്തിക്കാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോഴത്തെ ഇലക്ഷൻ ഡേ ആയിട്ട് ഒരു കാര്യവും ചിന്തിക്കാതെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്നെൻ്റെ ചെവിയിൽ പറയുന്നു, വി.ഡി. സതീശൻ. ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത മന്ത്രി, കേരളത്തിൻ്റെ അടുത്ത മന്ത്രിയായി അദ്ദേഹത്തെ ദൈവം അപ്പോയിന്റ് ചെയ്തു. കേരളത്തിൻ്റെ അടുത്ത മന്ത്രി ആയി വി.ഡി. സതീശൻ സാറിനെ, പ്രതിപക്ഷ നേതാവിനെ ദൈവം അപ്പോയിന്റ് ചെയ്തു. പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കൊച്ചു സംസ്ഥാനം കേരളത്തിൽ സംഭവിക്കട്ടെ. എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും പരസ്പര ദൈവസ്നേഹത്തിലും എല്ലാവരും ഒരുമിച്ച് ജീവിക്കട്ടെ. ദൈവജനം കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നിന്റെ ഞെരുക്കം കാണുന്ന, കേൾക്കുന്ന കർത്താവുണ്ട്. നീ അനുഭവിക്കുന്ന പീഡ കണ്ടിരിക്കുന്ന കർത്താവുണ്ട്. കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങും, അത്ഭുതം ചെയ്യും. ചിലതിനെ വിടുവിക്കാൻ വേണ്ടി ദൈവം അഭിഷേകം ചെയ്ത് പുറത്തെടുക്കും. അതിൽ ഒരാൾ നിന്റെ തലമുറയാകട്ടെ. നമുക്ക് നമ്മുടെ ഭാരതത്തിന് വേണ്ടി, നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം അവരെ സംരക്ഷിക്കട്ടെ, കർത്താവ് അവരെ സൂക്ഷിക്കട്ടെ. നല്ലവണ്ണം ഭാരതത്തെ ഭരിക്കുവാൻ കർത്താവ് അവരെ സഹായിക്കട്ടെ. ഈ വിഷയങ്ങളോട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.